കേരളം കാത്തിരുന്ന നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് വന്നെത്തി. വോട്ട് ചെയ്യാനായി പോകുമ്പോൾ ഈ പറഞ്ഞ രേഖകൾ കൈവശം വയ്ക്കുക. ആധാർ കാർഡോ ജോബ് കാർഡോ ഫോട്ടോ പതിച്ച പാസ്ബുക്കോ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ സ്മാർട്ട് കാർഡോ ഇന്ത്യൻ പാസ്പോർട്ടോ ഫോട്ടോ പതിച്ച പെൻഷൻ രേഖയോ സർവീസ് തിരിച്ചറിയൽ കാർഡോ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയോ UDID കാർഡോ കയ്യിൽ കരുതാം. ഏതെങ്കിലും ഒന്ന് മതി. വോട്ടാണ് വോയിസ്. ഈ വോട്ടർ രജിസ്ട്രേഷൻ മുൻപേ ചെയ്യേണ്ടതാണ്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വോട്ടെടുപ്പ് ദിനം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ബൂത്തിനുള്ളിൽ കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല. പോളിംഗ് സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കുക. നമ്മളുടെ ഊഴം വന്നാൽ പോളിംഗ് ഓഫീസർ രേഖകൾ പരിശോധിച്ച് ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ഒപ്പുവാങ്ങുകയും ചെയ്യും. മറ്റൊരു പോളിംഗ് ഓഫീസർ അത് വെരിഫൈ ചെയ്യും. ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ ഞെക്കുക. സ്ഥാനാർത്ഥിയുടെ പേരിനോ ചിഹ്നത്തിനോ നേരെ ചുവന്ന ലൈറ്റ് തെളിയുന്നത് കാണാം. വോട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ബീപ്പ് ശബ്ദം കേട്ടതിന് ശേഷം ബൂത്ത് വിടാം. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ ഓഫീസറെ വിവരം അറിയിക്കുക. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും നൽകുന്ന സൗകര്യങ്ങൾ. പ്രതിജ്ഞ. ജനാധിപത്യത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യവും സ്വാതന്ത്ര്യവും നീതിയുക്തവും സമാധാനപൂർണവുമായ തിരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുമെന്നും ജാതി, മതം, ഭാഷ തുടങ്ങിയ പരിഗണനകൾക്കോ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾക്കോ വശംവദരാകാതെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സധൈര്യം വോട്ട് ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അരനാട്ടുകര തരകൻ സ്കൂളാണ് എൻ്റെ പോളിംഗ് സ്റ്റേഷൻ. 7 മണിക്ക് മുമ്പേ സ്കൂളിലെത്തി വോട്ടും രേഖപ്പെടുത്തി ഞാൻ മടങ്ങി. വോട്ടുള്ളവർ വോട്ട് ചെയ്യുക. അത് നമ്മുടെ അവകാശമാണ്. ശേഷം റിസൾട്ട് വരുമ്പോൾ കാണാം. വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.